അടുത്തതായി എങ്ങനെ മൾട്ടി കളേർഡ് ഐറ്റംസും മൾട്ടി സൈസ്ഡ് ഐറ്റംസും എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പിക്കേജ് ഷോപ്പ് സെല്ലർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൈ കാറ്റഗറീസിലേക്ക് പോയിട്ട് അതിനകത്ത് നിങ്ങൾ ഓൾറെഡി എൻ്റർ ചെയ്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രോഡക്റ്റ് മൾട്ടി കളേർഡാണ്, മൾട്ടി സൈസ്ഡ് വേണമെങ്കിൽ ആക്കാം. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആഡ് കളേഴ്സ് ആൻഡ് സൈസസ് എന്നുള്ള ഈ ബട്ടൺ. ആഡ് കളേഴ്സ് ആൻഡ് സൈസ് ബട്ടൺ. ഇത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പം കിട്ടില്ല, പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഇത് നിങ്ങൾക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനും വേരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് വെള്ള ടീഷർട്ടിന് അതേ വിലയോടും സൈസോടും കൂടിയിട്ട് റെഡും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് യെല്ലോയും ബ്ലൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. യെല്ലോനുള്ളതിൻ്റെ ബോർഡർ ഉണ്ടല്ലേ, കറുത്ത ബോർഡർ, ആ ബോർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. യെല്ലോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് താഴെ വരുന്നത് കാണാം. ബ്ലൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലൂവിൻ്റെ ഇത് പോവുകയും വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരികയും ചെയ്യും. അപ്പോൾ യെല്ലോയും ബ്ലൂ ആണ്. ഇതിനകത്ത് യെല്ലോയ്ക്ക് എത്ര പ്രൈസ് എന്നുള്ളത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഇമേജ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബ്ലൂവിന് എത്ര വില എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇമേജ്, ബ്ലൂ കളറുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതിന് താഴെ കാണാം അവൈലബിൾ സൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. അവൈലബിൾ സൈസസ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷർട്ടിന് എക്സ്ട്രാ സ്മോള്, മീഡിയം, ലാർജ്, XS, XXL എന്ന് പറഞ്ഞിട്ട് വേരിയൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ടീഷർട്ടിന് XSL കൂടി അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രൈസ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. പ്രൈസ്, അതുപോലെ അതിനൊരു ഇമേജും അപ്ലോഡ് ചെയ്യുക. ഇപ്പം ഇതിനകത്ത് ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നില്ല, ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കളേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിലിപ്പോൾ സെലക്റ്റഡ് കളേഴ്സ് യെല്ലോയും ബ്ലൂ ആണ്. യെല്ലോയുടെ പ്രൈസ് 15, അതിനൊരു ഇമേജും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂവിൻ്റെ പ്രൈസ് 12, അതിനൊരു ഇമേജും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ്, ഇത് ആക്റ്റീവ് ആണോന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് ആക്റ്റീവ് ആക്കണം, എന്നാലേ കസ്റ്റമർക്ക് കാണാൻ വേണ്ടി പറ്റും. ആക്റ്റീവ് ബോക്സിൽ യെസ് എന്ന് കൊടുക്കണം, സബ്മിറ്റ്. മിനിമൈസ് ചെയ്ത് കസ്റ്റമറിൻ്റെ ആപ്പ് എടുക്കുക. കസ്റ്റമറിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പം ചെയ്ത സൺഡ്രസ്സസിലാണ്. അതിൽ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നോർമൽ, യെല്ലോ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ യെല്ലോയും ബ്ലൂവിനും ഓരോ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ബ്ലൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ വിലയും, യെല്ലോ ക്ലിക്ക് കഴിഞ്ഞാൽ യെല്ലോവിൻ്റെ വിലയും. ഡീഫോൾട്ട് നോർമൽ, ഡീഫോൾട്ടിന് 10 രൂപയാണ്, യെല്ലോയ്ക്ക് 25 രൂപയാണ്, ബ്ലൂവിന് 22 രൂപയാണ്. ഇതൊക്കെ നമ്മൾ അവിടെ മൾട്ടി കളേർഡിൽ മർച്ചൻ്റ് സൈഡിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ മൾട്ടി കളേർഡ് ഐറ്റം റെഡി ആയിരിക്കുന്നു.